വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഓണത്തിന് റെഡി ആകുന്ന ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. പിന്നെ നമ്മൾ ഒരു അല്ലറ ചില്ലറ ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഡ്രസ്സ് മാറുന്നത്. അപ്പോൾ വിചാരിച്ചു, ശരിക്കും ഉത്രാടാണ്, നാളെയാണ് ഓണം. ഓണത്തിന് എനിക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ റെഡി ആവുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം പിള്ളേരൊക്കെ മാറ്റിക്കുന്നതിൻ്റെ ഇടയിൽ തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ഫ്രീ ആണ്. സോ ഞാൻ വിചാരിച്ചു ഇപ്പം നമുക്കൊന്ന് റെഡിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ വീഡിയോ വെക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സൂപ്പറല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സംഭവം. അപ്പം ഇപ്പം ഞാൻ സാരിയൊക്കെ മാറി ഒരു ഹാഫ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സാരിനെ പറ്റി പറയാനാണെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാരിയാണ്. ഞാൻ ടോണീസി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഓണം സെലിബ്രേഷന് സാരി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത് വീട്ടിൽ പറഞ്ഞപ്പം ആയമ്മ എനിക്കൊരു സാരി വാങ്ങിച്ചു തന്നു. ആ സാരിയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്ന സാരി, സെറ്റ് സാരി. അപ്പോൾ അമ്മാമ്മേനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ കൈ കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വർക്കത്താണ്. സോ അത് ശരിക്കും അറിയാനുണ്ട്. എനിക്ക് ഈ സാരിക്ക് ഇതുവരെ ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. നാളെ എങ്ങനെയാവും എന്നറിഞ്ഞുകൂടാ. സ്റ്റിൽ എനിക്ക് ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. നമ്മുടെ മേക്കപ്പ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ നിന്നാണ്. കണ്ണ് നമ്മുടെ സെറ്റായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് സെറ്റായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്കാദ്യം കണ്ണെഴുതാം. ഓക്കെ, കണ്ണ് റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ കണ്ണ് എഴുതുന്നുണ്ടല്ലോ, ഈ എഴുതുന്ന ആ സെയിം തെക്കിൽ തന്നെ ഞാൻ താഴെ എഴുതാറുണ്ട്. ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ എന്തൊരു വൃത്തികേടായിട്ട് ഞാൻ എഴുതിയിരുന്നേ എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ താഴെ ജസ്റ്റുള്ള അതിനെ വയ്ക്കാറുള്ളൂ, ആർഭാടമല്ല. മുമ്പ് അത് ഭയങ്കര ആർഭാടം ആയിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അന്ന് പക്ഷെ അത് ആരും അവനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും ആർഭാടമായിരുന്നില്ലേ, അറിഞ്ഞുകൂടാ. നമ്മുടെ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി ഒരു പൊട്ടില്ലാണ്ട് നമുക്ക് രക്ഷയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ കുറേയൊക്കെ മാറിപ്പോയിന്ന് എനിക്ക് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം പൊട്ടൊന്നും എനിക്ക് നിർബന്ധമില്ലാത്തൊരു സാധനമായിരുന്നു. പണ്ടുമ്പോൾ ഞാൻ പൊട്ടേ തൊട്ടില്ല. അത് ഓരോ സമയത്ത് ഓരോ ഇതായിരുന്നുണ്ട്. പക്ഷെ യൂഷ്വലി ഞാൻ പൊട്ടങ്ങനെ പൊട്ടങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പൊട്ട് കുത്തിയില്ലെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് പൊട്ടും കൂടിയും ഇട്ടാലാണ് ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യാറുള്ളൂ. അതെന്താണ് അങ്ങനെ ചോദിച്ചതെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. അതിനും ഒരു ആൻസർ ഇല്ല. സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ടച്ചപ്പ് എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒന്നുമല്ല, നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് മാത്രം മേക്കപ്പ് ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്കിൻ ടോണിന് മേക്കപ്പ് ഒന്നും സ്യൂട്ടല്ല. ഞാൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുണ്ട് പോകും. അപ്പോൾ എനിക്കും തോന്നാറുണ്ട്, ഇച്ചാനും പറയാറുണ്ട്, നീ സിമ്പിളായിട്ട് നടന്നാൽ മതി, അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അത് കാരണം ഞാനങ്ങനെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങനെ പുട്ടി വാരി വലിച്ചൊന്നും ഇടാറില്ല. പിന്നെ നമുക്ക് ഫോണിൻ്റെ ഫിൽറ്റർ ഉണ്ടല്ലോ, ഫോട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് തൽക്കാലത്തിന് അതൊക്കെ മതി. അപ്പം അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. മുഖത്തത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ഐബ്രോ എഴുതണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പിള്ളേച്ചനാവും എന്നൊരു പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എഴുതുന്നില്ല. ചുണ്ടുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് എഴുതിപ്പിച്ചത്. ഇനി നമുക്ക് ചെയ്യാൻ സംഭവം കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മലൊക്കെ ഒന്ന് മാറ്റണം. കമ്മൽ മാറ്റി നമ്മളെ ഫുഹേറിൻ്റെ കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇടുന്നത്. പിന്നെ മുടി ഒന്ന് കെട്ടി വയ്ക്കണം. മുടി ഇപ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇച്ചാനെ കൊണ്ട് മുല്ലപ്പൂ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഓണല്ലേ, മുല്ലപ്പൂ ഇല്ലാണ്ട് എന്ത് വേണം? അപ്പോൾ മുല്ലപ്പൂവും കൂടി ഡിഷ്കു ഡിഷ്കു ഡിഷ്കു. അയ്യോ, കെട്ടുപിടിച്ചു. അടുത്ത ചങ്ങാതിക്ക് മുടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എൻ്റെ മുടി അവസ്ഥ. നമുക്ക് മുല്ലപ്പൂ വയ്ക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ മുടി ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്.
അത്ര കയറ്റണ്ട, ഇങ്ങനെ ഇച്ചിരി ഇറക്കിക്കോ. ഇതിപ്പോൾ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞ് ഞാൻ തള്ളയും അമ്മ മോളുമാണ്. ഇതൊക്കെ ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്താ വൃത്തിയുടെ മുഖം ഹോട്ടലിൽ നിന്ന് വന്നിട്ടുണ്ടാ. ഇച്ചിരി ഇറക്കിക്കോ. ഇപ്പൊ ഗ്ലിസറിന്റെ ക്ഷാമം കാരണം, എൻ്റെ ആരോഗ്യനില കുറവായത് കാരണം, എൻ്റെ ആരോഗ്യനില മോശമായ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ അങ്ങനെ നമ്മുടെ കമ്മലൊക്കെ ഞാൻ മാറ്റി വന്നിട്ടുണ്ട്. മാല മാറ്റിയിട്ടില്ല, അത് വേറെ മാല ഞാൻ ഇടുന്നുണ്ട്, കാണിച്ചിടാം. അപ്പോൾ കമ്മൽ ഞാൻ ഇതാണ് ഇടുന്നത്. നമ്മുടെ ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോ താങ്ക് യു. പിന്നെ നമ്മുടെ മാല ഇതും 400 തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇൻവിസിബിളിൽ വന്നിട്ട് ഒരു കുഞ്ഞ് പെൻഡൻറ്റ് വന്നിട്ടുണ്ട്. യെസ്, നൈസ്. ആൻഡ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. ചുപ്പ് 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 ചുപ്പ്. ഇനി ഞാൻ എൻ്റെ ഫുൾ വ്യൂ കാണിച്ചുതരാം. എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെന്ന് വേണം എല്ലാവരും പറയാനായിട്ട്. നമ്മളങ്ങനെ ഫുൾ, എനിക്കെപ്പോഴും പ്രശ്നം വരുന്നത് കേട്ടോ. ഞാൻ മിക്കതും ഞാൻ സാരി എടുക്കുമ്പോൾ മുടി കെട്ടി വെക്കും. എന്നോട് കുറേ പേര് പറഞ്ഞു, നീ എന്തിനീ വയസ്സായുള്ള ആൾക്കാർ കെട്ടി വെക്കുന്ന പോലെ കെട്ടി. പക്ഷെ എന്താ സംഭവിച്ചു, എനിക്ക് അതാ കംഫർട്ടബിൾ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കാം, അതിനേക്കാളും ദേഷ്യം വേറൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കെട്ടി വയ്ക്കാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്കൊന്നും പോകില്ലല്ലോ, അത് കാരണം ഞാനിങ്ങനെ അഴിച്ചിട്ടതാണ്. മുല്ലപ്പൂവിൻ്റെ ഇടയിലൊക്കെ കൂടി സാരില്ല. കണ്ടല്ലേ എങ്ങനെയുണ്ട്? സാരി എടുത്തു കഴിഞ്ഞാൽ സ്ലോ മോഷൻ നടത്താൻ നിർബന്ധമാണ്. ഇച്ചാൻ്റെ കൂടെ പിള്ളേരും പുറത്തേക്ക് പോയേക്കാം. സോ ഞാനിപ്പോൾ ശരിക്കും ഭയങ്കര സേഫാണ്. എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പക്ഷെ എടുത്തു തരാൻ ആടില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഞങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പിണ്ടിയുടെ ഡൈ ആണ് ഇരിക്കണേ. അയ്യോ, അവിടെ അപ്പുറത്തെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പം ചേട്ടന്മാരുണ്ട്, അവർ ചോദിക്കും എനിക്ക് വട്ടാന്ന്. സത്യത്തിൽ കുറച്ച് വട്ടുള്ളത് ഒരു അലങ്കാരമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ വട്ടാണെന്ന് ചോദിക്കും. കാരണം തിരുവോണം നാളെ. ഈ വേഷം കെട്ട് കാണിച്ചിട്ട് ടെറസിൽ വന്ന് നിൽക്കണമെന്തിനാന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഏറ്റവുമൊന്നുമല്ല കേട്ടോ, എല്ലാ ഫോട്ടോസിനും ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഈ കണ്ടമാനം തുണികളായിരിക്കും. ശരിക്കും ഇങ്ങനൊരു വ്യൂവിൽ ഫോട്ടോ എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അഴയൊന്നും കാണില്ല, ഫുൾ പച്ചപ്പാണ്. പക്ഷെ ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുത്ത് തരാൻ എനിക്ക് ആരുമില്ല. വീണ്ടും വീണ്ടും ഞാൻ ആ സങ്കടം മറിയിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു ലൈറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ തുണികളൊക്കെ മാറ്റി വരുമ്പോഴത്തേക്കും ഒരു നേരവും. അപ്പം ഞാൻ താഴെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇച്ചായം വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം, കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും നോക്കട്ടെ കേട്ടോ. ഫൈനലി നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം ടാറ്റാ.